ഹായ് ഓൾ. അപ്പോൾ നമുക്കിന്നൊരു ഈവനിങ് വ്ളോഗ് കണ്ടാലോ. ഒരു വൈകുന്നേരം 3 മണി തൊട്ടുള്ള കുറച്ച് വിശേഷങ്ങൾ. അപ്പോൾ ഇന്നിപ്പോൾ വീട്ടിൽ കുറച്ച് പണിക്കാരുണ്ടായിരുന്നു. അപ്പോൾ അവർക്കുള്ള പലഹാരങ്ങൾ വാങ്ങിക്കാനായിട്ട് ഞാനും അമ്മയും കൂടി പോവാം. അതിൻ്റെ ഇടയിൽ അമ്മ വണ്ടി വളയ്ക്കണതാണ് എനിക്കൊരു രസം തോന്നി. അങ്ങനെ ഞാനും അമ്മയും കൂടി അവർക്കുള്ള പലഹാരങ്ങളൊക്കെ വാങ്ങിച്ച് പതുക്കെ അങ്ങനെ വീട്ടിലേക്ക് വന്നു. വീട്ടിലെത്തിയപ്പോൾ വീട്ടിലൊരാൾ വന്നിട്ടുണ്ടായിരുന്നു. ഭയങ്കര വിഷമത്തിലായിരുന്നു. 2-3 ദിവസമായി എന്നെ പാർക്കിലൊക്കെ കൊണ്ടുപോകാൻ പറയണു. ഇപ്പോൾ സ്കൂളൊക്കെ അടച്ചിരിക്കില്ല. അപ്പോൾ ഞാൻ ഇന്ന് കൊണ്ടുപോകാം നാളെ കൊണ്ടുപോകാമെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നീട്ടി കൊണ്ടുപോയിരുന്നു. അപ്പോൾ സ്കൂളൊക്കെ തുറക്കാറായി പിന്നെ കൊണ്ടുപോയില്ലല്ലോ എന്നുള്ള ഭയങ്കര വിഷമത്തിലും കരച്ചിലൊക്കെ ആയിരുന്നു. സത്യം പറഞ്ഞാൽ അത് കണ്ടപ്പോൾ എനിക്കും വിഷമം തോന്നി. പിന്നെ ഇന്ന് പണിയുടെ ലാസ്റ്റ് ദിവസം ആയതുകൊണ്ട് തന്നെ അമ്മ അവർക്ക് കൊടുക്കാനായിട്ട് സ്പെഷ്യലായിട്ട് പഴംപൊരിയൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിൽ നിന്ന് 2 ഞാനും അടിച്ചു മാറ്റി. അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ ഞങ്ങൾ പാർക്കിലേക്ക് പോന്നു. സ്കൂളൊക്കെ തുറക്കാറായതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു പാർക്കിൽ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാർക്കിന് ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു കാര്യമായിട്ട് എനിക്ക് തോന്നിയത് ഈ കാണുന്ന ബോഗൻവില്ലാസാണ്. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. ഞാൻ അതൊക്കെ നോക്കി നടക്കായിരുന്നു. ആ കളേഴ്സും എല്ലാം അടിപൊളിയായിരുന്നു. അങ്ങനെ അവിടെ കുറേ ലവ് ബേർഡ്സും ഉണ്ടായിരുന്നു. ലവ് ബേർഡ്സിനെ കാണാനും നല്ല രസമുണ്ടായിരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പാർക്കിൻ്റെ ആംബിയൻസ് തന്നെ എനിക്ക് നല്ല അടിപൊളിയായിട്ട് തോന്നി. ആ ഒരു ഈവനിങ് സമയത്ത് ഈ ബോഗൻവില്ലാസും ലവ് ബേർഡ്സ് എല്ലാം കൂടി നല്ല രസമുണ്ടായിരുന്നു. പിന്നെ അവിടെ നിറച്ച ആൾക്കാർ എല്ലാവരും സ്കൂളൊക്കെ തുറക്കാറായതുകൊണ്ട് അടിച്ചു പൊളിക്കുന്നത്. പിന്നെ ഞങ്ങൾ പാർക്കിൻ്റെ അപ്പുറത്തെ സൈഡിലേക്ക് പോയി. അവിടെയാണെങ്കിൽ ഒരു ജിറാഫും വിഷു എന്ന് വിചാരിച്ച് ക്രിസ്മസിന് പൂത്ത കണിക്കൊന്നയായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ രാത്രിയൊക്കെ ആവാറായപ്പോഴേക്കും ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോന്നു. പക്ഷേ റോഡ് പണി നടക്കുന്നതുകൊണ്ട് തന്നെ ആ ക്ലിപ്സ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ ക്ലിപ്സ് തന്നെ ഇവിടെ ഇട്ടേക്കണത്. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി. അപ്പോൾ ശരി, ബൈ. Please do support, subscribe and like, share and comment.